ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഫാൻസി നമ്പേഴ്സ് ആണ്. കുറച്ച് ഫാൻസി നമ്പേഴ്സ്, അതായത് PSCയിലായാലും SSCയിലായിരുന്നാലും ചോദിക്കുന്ന കുറച്ച് ഫാൻസി നമ്പേഴ്സ് ഉണ്ട്. അതായത് ഇപ്പം ഗംഗാനദിയുടെ നീളം, ഹിമാലയത്തിന്റെ നീളം, പെരിയാറിന്റെ നീളം, പിന്നെ അതുപോലെ അങ്ങനത്തെ കുറച്ച് ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം, അങ്ങനത്തെ ഒക്കെ കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഒരു നമുക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ഒരു ഫാൻസി രൂപത്തിൽ പെട്ടെന്ന് നമുക്ക് ആ നമ്പേഴ്സ് നമുക്ക് പിക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ കുറച്ച് നമ്പേഴ്സ് ആണ് ഇന്ന് നോക്കുന്നത്. ഇപ്പൊ ഫസ്റ്റ് വന്നിട്ട് മൗണ്ട് എവറസ്റ്റിന്റെ ആണ്. മൗണ്ട് എവറസ്റ്റിന്റെ നീളം എന്ന് പറയുന്നത്, ഹൈറ്റ് എന്ന് പറയുന്നത് 8848 ആണ്. 8848 ആണ് ഫാൻസി നമ്പർ. 8848 ആണ്. മീറ്റേഴ്സ് 8848 മീറ്റേഴ്സ് വരും. കിലോമീറ്റർ ഒന്നും അല്ല, മീറ്റേഴ്സ് ആണ്. 8848. ഇപ്പൊ ഇതൊരു ഫാൻസി നമ്പർ ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഗംഗാ നദിയുടെ നീളം വന്നിട്ട് 2525 കിലോമീറ്റർ ആണ്. 2525 കിലോമീറ്റർ ഗംഗാ നദിയുടെ നീളം. പിന്നെ ഇത് മീറ്റർ തിരിഞ്ഞു പോവാതിരിക്കാനായിട്ട് നമ്മൾ മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് ദൂരം കുറവായിട്ടാണ് നമുക്ക് വരുന്നത്. മുകളിലോട്ട് പോകുമ്പോൾ ഈ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ അങ്ങനത്തെയൊക്കെ ആ ഒരു ഇതിലോട്ട് വരുമ്പം എത്ര കിലോമീറ്റർ ഉയരെയാണ് അത് വരുന്നത് എന്നൊക്കെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനെ വെച്ച് നമുക്ക് ഈ മീറ്റർ ആക്കി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അത് മറന്നു പോകരുത്. പക്ഷെ ഇത് ഗംഗാനദിയുടെ നീളം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിസ്തരിച്ചിങ്ങനെ കിടക്കുകയല്ലേ. അപ്പൊ അങ്ങനെ നമുക്ക് കിലോമീറ്റർ ആയിട്ട് തിരിഞ്ഞു പോകാൻ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പൊ 8848 2525. പിന്നെ ഇത് രണ്ടും തമ്മിൽ തിരിഞ്ഞു പോകാതെ നോക്കിയാൽ മതി. ഇത് രണ്ടും തമ്മിൽ, അതായത് മൗണ്ട് എവറസ്റ്റും ഗംഗാനദിയും തമ്മിൽ. ഇനി നർമ്മദാ നദിയുടെ നീളമാണ്. നർമ്മദാ നദിയുടെ നീളം 1312 വരും. 1312. അതായത് 1 2 3 1. ഫസ്റ്റിൽ 1 എഴുതുക, പിന്നെ 1 2 3. അതായത് 1 2 3 കളി മാത്രമേ ഉള്ളൂ നർമ്മദാ നദിയുടെ. 1 2 3 അതും കിലോമീറ്റർ ആണ്, സ്വാഭാവികം. ഓക്കെ, അപ്പോൾ 1312. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഫാൻസി നമ്പർ ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇനിയൊരു വർഷം. അപ്പം അത് ജസ്റ്റ് ഒരു ഫാൻസി നമ്പർ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിപ്പോ പറയുന്നത്. 1789 എന്ന് വെച്ചാൽ ഫ്രഞ്ച് റവല്യൂഷൻ നടന്ന വർഷമാണ്. ഫ്രഞ്ച് റവല്യൂഷൻ നടന്ന വർഷം 1789, 1789. ഈ 789 വെച്ച് നമുക്ക് എടുക്കാനായിട്ട് പറ്റണം. 1 സ്വാഭാവികമാണല്ലോ. 1789. അടുത്തൊരു വർഷമാണ്. അപ്പൊ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് മെമ്മറിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. അത് സത്യമൊന്നും അല്ല. 1888. 1888. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷമാണ്. ഇത് മലയാള മനോരമ പത്രത്തിൽ വന്നു. അന്ന് വന്നോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല. ഇത് ജസ്റ്റ് ഒന്ന് കിട്ടാൻ വേണ്ടി മാത്രമാണ്. മലയാള മനോരമ പത്രം ഇറങ്ങിയതും 1888. 1888 വരുന്നത്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തുന്നതും മലയാള മനോരമ വരുന്നതും 1888. അപ്പോൾ ഇത് ജസ്റ്റ് കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത് പെട്ടെന്ന് മെമ്മറിയിൽ, ഇയേഴ്സിന്റെ മെമ്മറിയിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി വന്നിട്ട് സൂക്ഷിച്ച് നോക്കിയാൽ ഒരു ഫാൻസി നമ്പറായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഫിഗറാണ് 639. 639 എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള മസിൽസ്, പേശികൾ എത്രയാണെന്ന് ചോദിച്ചാൽ 639 ആണ്. 639. ഇതിനെ ജസ്റ്റ് തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്താൽ മതി. ഇതെല്ലാം 3ന്റെ മൾട്ടിപ്പിൾസ് ആണ്. 3ന്റെ മൾട്ടിപ്പിൾസ് മാത്രമേ ഉള്ളൂ. 6 3 9. അപ്പോൾ ഇങ്ങനെ എടുത്താൽ മതി. അതായത് ഇപ്പം 650 ചോദിക്കാം, അല്ലെങ്കിൽ 430 ചോദിക്കാം. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഒരു ഓപ്ഷൻ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന്ന് നമുക്ക് കലക്കി എടുക്കാനായിട്ട് പറ്റണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് 639. എത്ര മസിൽസ്, പേശികൾ, മനുഷ്യ ശരീരത്തിലെ പേശികൾ. നെക്സ്റ്റ് വന്നിട്ട് പെരിയാർ നദിയുടെ നീളമാണ്. പെരിയാർ നദിയുടെ നീളം വന്നിട്ട് 244 ആണ്. 244 ആണ് പെരിയാർ നദിയുടെ നീളം. ഈ പെരിയാർ നദിയുടെ നീളം 244. ജസ്റ്റ് മനസ്സിൽ ഓർത്ത് വെക്കുക. അപ്പോൾ ഇത് ഈ 244 ഇങ്ങ് എടുക്കാം. 44.
ഈ 44 എന്ന് പറയുന്നത് കേരളത്തിലെ നദികളാണ്. കേരളത്തിലെ നദികൾ 44 ആണ്. കേരളത്തിലെ നദികളുടെ എണ്ണം 44 ആണ്. അപ്പൊ ഈ 44 നിന്ന് നമുക്ക് തിരിഞ്ഞു അത് എടുക്കാനായിട്ട് പറ്റും. ഈ 44. ഇനി ഈ 44 നിന്ന് 10 കുറച്ചാൽ 34. ഈ 34 എന്ന് പറയുന്നത് കേരളത്തിലെ കായലുകളുടെ എണ്ണമാണ്. കായലുകളുടെ എണ്ണം 34. അപ്പോൾ തിരിഞ്ഞു പോകാൻ നോക്കിയാൽ മതി. പെരിയാറ് നദിയാണ്. പെരിയാറ് നദിയാണ്. ഈ നദിയുടെ 44 തന്നെയാണ് ഇത് വരുന്നത്. അപ്പം ഒരിക്കലും തിരിയത്തില്ല. പെരിയാറ് നദി ആയതുകൊണ്ട് നദികൾ 44 തന്നെ വരും. ഇനി അടുത്ത കായലിലോട്ട് വരുമ്പം നദികളുടെയും കാട്ടി കുറവ് കായലുകളാണ്. 10 കുറച്ച് കഴിഞ്ഞാൽ 34 കായലുകൾ നമുക്ക് പെട്ടെന്ന് കിട്ടും. നെക്സ്റ്റ് വന്നിട്ട് ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളമാണ്. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം. ഇന്ത്യയുടെ നോർത്ത് സൗത്ത് തെക്ക് വടക്ക് നീളം. ഈ നീളമാണ് തെക്ക് വടക്ക് നീളം. അതായത് കോളിൽ നിന്ന് കന്യാകുമാരി വരെയുള്ള നീളമാണ്. ഇന്ദിരാ കോളിൽ നിന്ന് കന്യാകുമാരി വരെയുള്ള നീളം. സൂക്ഷിച്ച് നോക്കിയാൽ അതും ഒരു ഫാൻസി നമ്പറാണ്. 3214 കിലോമീറ്റേഴ്സ് ആണ്. 3214 കിലോമീറ്റേഴ്സ്. ഇത് പെട്ടെന്ന് നമുക്ക് കിട്ടും. അതായത് 321 എല്ലാം താഴോട്ടാണ് പോകുന്നത്. പിന്നെ ഒരു 4 കൂടെ ചേർത്താൽ മതി. അതായത് 1 2 3 4ന്റെ കളിയാണ്. 3214. ഓക്കെ, ഇത് ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ഇന്ത്യയുടെ ഈസ്റ്റ് വെസ്റ്റ് നീളമാണ്. അതായത് കിഴക്ക് പടിഞ്ഞാറ് നീളം. അതായത് റാൻ ഓഫ് കച്ച് മുതൽ അരുണാചൽ പ്രദേശ് വരെ ഇത്ര നീളമാണ്. റാൻ ഓഫ് കച്ച് മുതൽ അരുണാചൽ പ്രദേശ് വരെ. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യം മനസ്സിലാവും. ഞാൻ ആ ഫിഗർ എഴുതാം, എന്നിട്ട് അത് എങ്ങനെ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. 2933 ഇതാണ് ശരിക്കും വരുന്നത്. ഇതിനെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് വേറൊരു രീതിക്ക് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. 2933 എന്ന് വെച്ചാൽ എങ്ങനെ നോക്കിയാൽ മതി. ഇത് കുറച്ച് ട്രിക്കാണെന്നാലും ഒന്ന് നോക്കിയാൽ മതി. സാധാരണ റൂട്ട് എന്ന് പറയുന്ന സാധാരണ ഇങ്ങനെ എഴുതുമ്പോഴത്തേക്ക് ഇവിടെ ഒരു 2 ഇങ്ങനെ കാണും. സാധാരണ 2 അങ്ങനെ എഴുതാറില്ല. ഈ ഇങ്ങനെ റൂട്ട് ഇപ്പോൾ 9 എഴുതുമ്പോൾ റൂട്ട് 3 ഒക്കെ വരുമ്പോഴത്തേക്കാണ് 3, 4, 5 ഇങ്ങനത്തെ മാത്രമേ നമ്മൾ റൂട്ട് ഇവിടെ എഴുതാറുള്ളൂ. 2 വരുമ്പോൾ സാധാരണ നമ്മൾ എഴുതാറില്ല. ഇങ്ങനെ തന്നെ അങ്ങ് ഇട്ടേക്കും. ഇതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതുമ്പോഴത്തേക്ക് 3 × 3 ഇങ്ങനെ കാണാൻ പറ്റും. അതായത് 2, 9, 3. ഈ ഫിഗറാണ് ഇതാണ്ട് ഇവിടെ വരുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മെമ്മറിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് എനിക്കിത് കണ്ടപ്പോൾ ഒന്ന് തോന്നിയതാണ്. അപ്പം പാടാണെങ്കിൽ നോക്കണ്ട. അപ്പം ജസ്റ്റ് മെമ്മറിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് എടുക്കുക. ഓക്കെ, 2933. ഓക്കെ, അപ്പോൾ ഇത് പെട്ടെന്ന് കിട്ടുന്ന കുറച്ച് ഫാൻസി നമ്പേഴ്സാണ്. അപ്പം ഈ ഫാൻസി നമ്പർ വെച്ച് പിന്നെ ബാക്കിയുള്ള വർഷങ്ങളും ഇതുപോലെ തന്നെ ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. പെട്ടെന്ന് മെമ്മറിയിലോട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ മെമ്മറി ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ള കൂട്ടുകാരിലേക്കും എത്തിക്കുക.